ഒരു കോളേജിൻ്റെ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. അപ്പം ഇത് സാന്റിയേഗോ, UC സാന്റിയേഗോ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയേഗോ എന്ന് പറയുന്നത്, സാന്റിയേഗോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ആ കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ കോളേജിൻ്റെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇത് 1960 സ്ഥാപിച്ചതാണ്. അപ്പോൾ ഒത്തിരി പഴയതൊന്നുമല്ല. പിന്നെ 2000 ഏക്കറുണ്ട്. 2000 ഏക്കർ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവിടുത്തെ കോളേജുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. 2000 ഏക്കർ, 5000 ഏക്കർ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ കോളേജുകളൊക്കെ ഒരു ബിൽഡിങ്ങിൽ 2, 3, 5, 6 ബിൽഡിങ്ങൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഇത്രയും ഏക്കറുകളില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു 1 മണിക്കൂർ കറങ്ങി. അപ്പോൾ എത്ര ഏക്കർ കാണുന്ന, ഒരു 5-10 ഏക്കറൊക്കെ നടന്ന് കാണും. അപ്പോഴത്തേക്കും മടുത്തു. അപ്പോൾ അവിടെ വന്ന ഒരു ആശാട്ടി ദാഹിച്ചു, പുത്രിയ, അവൾ വെള്ളം കുടിച്ചു. ഞാനും ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ നല്ല തണുത്ത വെള്ളമായിരുന്നു, ഐസ് പോലെ. അന്നേരം എനിക്ക് ചുമ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്രയ്ക്ക് വെളി ചൂടാണെങ്കിലും അകത്ത് അധികം ചൂടില്ലായിരുന്നു. എപ്പോഴൊക്കെ നല്ല ഭംഗിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെ വന്ന് ഇരുന്ന് പഠിക്കാനൊക്കെ നല്ലതായിരുന്നു അല്ലേ നമുക്ക്. പിന്നെ ഇത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ ബിൽഡിങ്ങാണ്. ഓരോ ഇതിനും 2-3 ബിൽഡിങ്ങുകൾ കാണും, അതിൻ്റെ ലെക്ചേഴ്സൊക്കെ ആയിട്ട്. പിന്നെ ഒരു സ്റ്റാച്ചു ആയിരുന്നു. അതിനകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ആ സ്റ്റാച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചാൽ. അതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വെള്ളം താഴോട്ട് വരുന്നുണ്ട്. അവിടെ മരച്ചോട് പോലെ, പക്ഷേ അത് ഉണങ്ങിയ ചുമ്മാ ഒരു മരം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ആ സ്റ്റാച്ചുവിന് വേണ്ടി. ഇതിലും ഭംഗിയുള്ള ഏരിയകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ മടുത്ത കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ തോന്നിയില്ല. ഇത് ഈ എൻജിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ആ സൈഡിൽ കൂടെ മാത്രമേ നടന്നുള്ളൂ. ഇത് മാസ്റ്റേഴ്സിൻ്റെ സൈഡാണ്, അതായത് റെഗുലർ ഡിഗ്രിയുടെയുള്ള ആ സൈഡിലുള്ള കോഴ്സിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ പോയേയില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇതെല്ലാം ആ കോളേജിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞിരുന്നു, റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കണം, പോകുന്ന യാത്രയൊക്കെ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ചിലപ്പോൾ ഓർക്കുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് കോളേജ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കോളേജുകളിൽ നിന്ന് ഒത്തിരി ഡിഫറൻറ്റ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം കോളേജ്. ഞാനൊക്കെ പഠിച്ച സമയത്തൊന്നുള്ള കോളേജുകളിൽ നിന്നൊക്കെ ഒത്തിരിയും വ്യത്യസ്തമായതുകൊണ്ടൊന്ന് കാണിക്കാം. ഈ പോകുന്നൊരു ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. ഇതിനകത്ത് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഇത് സ്കൂൾ ഓഫ് മെഡിസിൻ. അപ്പോൾ ഇന്നെല്ലാം MD ചെയ്യേണ്ടിയായിരുന്നു, എല്ലാവരും വെക്കേറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നുകൊണ്ട് ആരും കയറി ചെയ്തില്ല. ഞങ്ങളും അങ്ങ് കയറി, അതിനകത്തൊക്കെ കയറി കണ്ടു. ഇതിനകത്ത് ഒരു ലൈബ്രറി കണ്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കോളേജിൽ. പക്ഷേ ഇതിനകം കണ്ട ഇതിനകത്തിരുന്ന് പഠിക്കാം. ഇതൊരു പഴയ ലൈബ്രറിയാണ്. കുറേ ലൈബ്രറികളുണ്ട്. എനിക്ക് തോന്നുന്നു 2 ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചൊരു ലൈബ്രറി കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ലൈബ്രറികളുമുണ്ട്, നല്ല ഭംഗിയുള്ള വേറെ ലൈബ്രറികളുണ്ട്. ഇതിനകത്തൂടെ എല്ലാ റോഡും വഴിയും വണ്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ക്രോസ് ചെയ്ത് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണ്. ഇവനൊരു കുഴപ്പമില്ല. ഇവൻ 4-5 വർഷം ഇവിടെ പഠിച്ചതല്ലേ, എന്നും മുണ്ടക്കം അതിൽ നടന്നായിട്ട് ആശാനൊരു കുഴപ്പമില്ല. ഞങ്ങൾ എപ്പോഴേ ക്ഷീണിച്ചു. ഒന്നാമത് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് ഷൂ ഒക്കെ നല്ല കട്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ശരിക്കും പാടുപെട്ടു. ഇവിടെ എന്തോ ഫ്രണ്ട്സ് ആരോ വന്ന വിസിറ്റേഴ്സിൻ്റെ പിള്ളേരൊക്കെയാണെന്ന് തോന്നുന്നു, കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ചെന്നപ്പം അപ്പോൾ നല്ല ഭംഗിയല്ലേ നമുക്ക്. എന്താ പറയുക, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നു. ഞാനൊക്കെ ഈ ഇതിലൊക്കെ കയറി കിടന്ന് അങ്ങ് പഠിച്ചേനായിരുന്നു. വൈകിട്ടൊക്കെ എപ്പോഴേലും MD ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ അതേ കാണാം അല്ലേ, നല്ല ഭംഗിയല്ലേ അതേ കിടന്ന് പഠിക്കാൻ. അപ്പോൾ അത് കണ്ടപ്പം ഒരാൾക്ക് അതേ കയറണമെന്ന്. അതിൽ പറഞ്ഞാൽ MD കണ്ടപ്പോൾ അവൾക്ക് അന്നേരം അതേ കയറണം. അപ്പോൾ അതേ കയറാൻ വേണ്ടി വെച്ചിട്ട് ഇത് ഒരു ഈറ്റ് ഔട്ട് പ്ലേസാണ്. അവരുടെ ഒരു കാഫറ്റേരിയ പോലെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലുണ്ട് അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ അവളതേ കയറുകയാണ്. എടുത്തടിച്ച് താഴെ വീണു കേട്ടോ. എടുത്തടിച്ച് താഴെ വീണു. പക്ഷേ അമ്മയായതുകൊണ്ട് രക്ഷിക്കാനുള്ള ഇതിലൂടെ കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് കിട്ടിയില്ല കേട്ടോ. താഴെ വീണിതല്ലോ കിടക്കുന്നു. താഴെ വീണ് പോയി. പറയാനാ കംപ്ലീറ്റ് കിട്ടിയാന്ന് എനിക്കറിയില്ല. വീണതുപോലെ തന്നെ അവൾ എണീക്കുകയും എന്തായാലും അധികം പൊക്കമൊന്നുമില്ല, അതൊന്നും പറ്റിയൊന്നുമില്ല. പുല്ലിനകത്തോട്ട് ഇത് ഇവരുടെ ഒരു മെയിൻ ഫേമസ് ലൈബ്രറിയാണ്. ഒത്തിരി മൂവിയിലൊക്കെ കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള മൂവിയിലൊക്കെ ഈ ലൈബ്രറി വന്നിട്ടുണ്ട്. ഗീസൽ ലൈബ്രറി എന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു ഫേമസ്, ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറുണ്ട്. അത് മുഴുവനും കംപ്ലീറ്റ്ലി ഒരു ലൈബ്രറിയാണ്, അവരുടെ മെയിൻ ലൈബ്രറിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നാൽ പിന്നെ ആ ക്യാഫറ്റേരിയ ആ വഴി കൂടെ ഒന്ന് പോകാമെന്ന് കരുതി. എന്നാൽ ഒരു കാപ്പി വല്ലതും മേടിക്കാമെന്ന് കരുതി ഞങ്ങളതിൽ ചെന്നപ്പോൾ ഞങ്ങളിവിടെ ഹിന്ദി കൂടെ ഹിന്ദി ആൾക്കാരുണ്ട് ഷൂട്ട് ചെയ്യാൻ.
ഇന്ത്യൻ കട കണ്ടു. ടീ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചായയെന്ന്, പക്ഷെ ലോങ് ലൈനായിരുന്നു കാരണം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞു. ഇത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ വേറൊരെണ്ണമാണ്. പിന്നെ ഇത് വേറെ ഒരെണ്ണമുണ്ട് ഡേറ്റാ സയൻസിൻ്റെ. ആക്ച്വലി മോൻ ഡേറ്റാ സയൻസിൻ്റെ എഞ്ചിനീയറിങ്ങിലാണ് പഠിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം ഓരോരോ ബിൽഡിങ്ങുകളുണ്ട്. ഇതിനകത്ത് ഇൻസൈഡിലുണ്ട് ക്ലാസ് റൂംസിലൊന്നും ഞങ്ങൾ പോയില്ല. ഇതാണ് മോൻ പഠിച്ച ബിൽഡിംഗ് ഡേറ്റാ സയൻസിൻ്റെ. പിന്നെ ഇതെല്ലാം അത് തന്നെയാണ്. ഞങ്ങൾ കുറേ നടന്നു. 1 മണിക്കൂർ ഞങ്ങൾ നടന്നു കേട്ടോ. അത്ര നടന്നുള്ളൂ. കൂടി പോയാൽ 5 ഏക്കറൊക്കെ നടന്നു കാണാം. സ്ട്രക്ചറൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്. ആക്ച്വലി ഞങ്ങൾ എഞ്ചിനീയറിംഗും മെഡിസിൻ മുഴുവൻ കണ്ടില്ല. ഒരു ബിൽഡിംഗ് കണ്ടുള്ളൂ. അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എക്കണോമിക്സും ഹിസ്റ്ററിയും സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള ബാക്കി സബ്ജക്റ്റുകളെല്ലാം അവിടെ കിടക്കുന്നതേ ഉള്ളൂ. ഫിസിക്സ്, ബോട്ടണി അങ്ങനെയുള്ള എല്ലാം കിടക്കുന്നതേ ഉള്ളൂ. ഈ പഠിക്കുന്നതിൻ്റെ അവിടെ മാത്രമേ ഞങ്ങൾ പോകും. അപ്പോൾ ആ കാണുന്നത് വേറൊരു വലിയ ഓഡിറ്റോറിയമാണ്. അവിടെ മെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടെന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ലാണ്ട് ആൾക്കാരവിടെ വെളിയിൽ നിൽക്കുന്ന. അവിടെ അടുത്ത സെക്ഷൻ അവിടെ ഗ്രാജുവേഷൻ നടക്കുക. രാവിലെ മോൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ആയിരുന്നു. അത് വേറെ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ രണ്ടാമത് ചെയ്യുന്നതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് അവരുടെ എൻട്രൻസിലേക്ക്, അവരുടെ കോളേജിലേക്ക് പോകുന്ന ഇത് ഒരു ഹോസ്പിറ്റലാണ്. കണ്ട, UC സാന്റിയാഗോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ആ ഹോസ്പിറ്റലും ഈ കോളേജിൻ്റെ ഭാഗമാണ്. അവരുടെ മെഡിക്കൽ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ച്. ഈ കാണുന്നതെല്ലാം അപ്പാർട്ട്മെൻറ്റ്സാണ്. പിള്ളേരെ സ്റ്റുഡൻസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ്. മോൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഈ കാണുന്നതാണ്. ഇതിൻ്റെ പുറകിലുള്ളതാണ് മോൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഇത് പുതിയ അപ്പാർട്ട്മെൻറ്റ്. ഇതൊരു 1 മൈൽ നീളം കാണും അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ. അപ്പോൾ കുട്ടികളൊക്കെ സൈക്കിളും ഒക്കെ ആയിട്ട് പോകും. ബൈക്കും മോട്ടോർ ബൈക്കും അങ്ങനെയൊക്കെ പോകും. ഞങ്ങൾ കണ്ടപ്പോൾ നടന്നു. ഇത് ഓൺ ദ വേയിൽ വേറൊരു അപ്പാർട്ട്മെൻറ്റ്. നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൗൺ കളറും. ഞങ്ങൾ നേരത്തെ താമസിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെയും ഫ്രണ്ട്സൊക്കെ താമസിച്ചു. നമ്മുടെ അവിടെയും എല്ലാവരും ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല ക്വയറ്റ് പ്ലേസ്. ഞങ്ങൾ 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അതിൽ വന്ന കോളേജിൽ എല്ലാം പഠിക്കുന്ന പിള്ളേരും ബ്രിഡ്ജെല്ലാം ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ കോളേജുകൾ പ്രിറ്റി മച്ച്. ഞങ്ങളൊരു ആകപ്പാടെ ഇത് 2 റിപ്പീറ്റായിട്ട് പോകുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു 1 മണിക്കൂർ നേരെ നടന്നുള്ളൂ. പക്ഷേ ഒത്തിരി നടക്കാനുണ്ട്. മേ ബി ഹാഫ് ഡേ മുഴുവൻ നടക്കണമായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.